മാതൃകാ കർഷകനായ ഇടുക്കി രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 96 ഇനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനുമായി നിരവധി ആളുകൾ കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നുണ്ട്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ കൃഷിരീതിക്ക് കാരണം. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 96 ഇനം പച്ചക്കറികളും സമൃദ്ധമായി കൃഷി ചെയ്യുന്നു. കൃഷി പരിപാലനത്തിനും ചെലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. വ്യത്യസ്തമായിട്ട് ബീൻസ് തന്നെ 4 ഐറ്റം വെറൈറ്റി ഉണ്ട്. ലണ്ടൻ ബീൻസ് അതിൽ പെടും. കുക്കുംബറും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുക്കുംബറും, ചൈനീസ് കാബേജ്, ഗ്രീൻ കോളി ഐറ്റങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. മുളക് ഐറ്റം തന്നെ 4 ഐറ്റം, തക്കാളി 4 ഐറ്റം, മെയ്സ് ഐറ്റങ്ങൾ വേറെ 4-5 ഐറ്റം ഉണ്ട്. ചീനി എങ്ങാണ്ട് 5-6 ഐറ്റം ഉണ്ട്. മൊത്തം 96 ഐറ്റങ്ങളാണ് നമ്മൾ ഈ വർഷത്തെ കൃഷി വരുന്നത്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴയ്ക്ക് ഇടവിളയായി കൂർക്ക, മധുരക്കിഴങ്ങ്, എള്ള്, കടുക്, പയർ എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയുമൊക്കെയാണ്. ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവം. വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ഇടുക്കി ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ. കൃഷ്ണനും ഭാര്യ രാധയും രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തും. വൈകിട്ട് 6 മണിക്കാണ് മടക്കം. നഷ്ടങ്ങളും അങ്ങനെ ഇതിനിടയ്ക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, സർക്കാരിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതും ഒരു നേട്ടമാണ്. ഒരു കൃഷി കിട്ടിയാൽ ഒരു കൃഷി പോകുന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഒരു കൃഷിയെ തന്നെ ആശ്രയിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പല കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കൃഷി നഷ്ടം വന്നാലും അടുത്ത കൃഷിയിൽ ഒരു നമുക്ക് കിട്ടാൻ പാകത്തിന് പല കൃഷി ചെയ്തു വരുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും നടത്തുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.